നടിയെ ആക്രമിച്ച കേസിൽ കൃത്യം നിലപാട് പറയാതെ അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ കോടതി എല്ലാം ശരിയായി മനസ്സിലാക്കിയെന്ന് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കൂടിയായി കുക്കു പറഞ്ഞു. അതിജീവിതയ്ക്കൊപ്പമാണെന്നും കുക്കു ആവർത്തിച്ചു. എന്നുള്ളതാണ് ഈ കോടതി വിധിയിൽ നിന്നും മനസ്സിലാക്കുന്നത്. അത് പാടില്ലാത്തതാണ്. അവിടെയാണ് അതാണ് എനിക്ക് അതാണ് തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളതാണ് തിരിച്ചറിഞ്ഞത്. അത് സഹിക്കാൻ പറ്റില്ല. അതിനെതിരായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി ആലോചിക്കേണ്ടത്. അത് ആർക്കും സംഭവിക്കാം. കോടതിയുടെ അറിവും ബോധ്യവും എന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞു. നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരെല്ലാം ശിക്ഷിക്കപ്പെട്ടെന്നും കോടതി വിധിയെ ബഹുമാനിക്കുന്നു എന്നും സത്യൻ അന്തിക്കാട് പ്രതികരിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഒരുപാട് തെളിവുകളും സാക്ഷികളും അല്ലെങ്കിൽ രേഖകളൊക്കെ പരിശോധിച്ചിട്ടാണ് കോടതി ഒരു വിധി പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണെന്ന് പറയാനായിട്ട് നമ്മളല്ല. എനിക്ക് അറിയാവുന്നത് കോടതിക്ക് അപ്പുറത്ത് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ കോടതിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇനി അതിന് എതിരഭിപ്രായമുള്ളവർക്ക് മേൽക്കോടതികളിലേക്ക് പോകാമല്ലോ. വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകണമെന്നും ദിലീപിനെ അമ്മയിൽ തിരിച്ചെടുക്കുന്നതിൽ വലിയ നടപടിക്രമമുണ്ടെന്നും ജോയ് മാത്യു പറഞ്ഞു. കോടതി വിധിയാണല്ലോ. കോടതി വിധിയിൽ പലപ്പോഴും പല വിധികളിലും നമുക്ക് നിരാശയുണ്ടാവും, നമുക്ക് സന്തോഷമുണ്ടാവും. എൻ്റേതായ മനസ്സിലെ സങ്കല്പത്തിലുള്ള കോടതി ഇതൊന്നുമല്ല, അതുപോട്ടെ. പക്ഷെ ഇപ്പോൾ നിലവിലുള്ള ഭൗതിക സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ പൗരനുള്ളിലേക്ക് ഇങ്ങനൊരു കോടതി വിധി വന്നു. അപ്പോൾ വിധിയെ നമ്മൾ അംഗീകരിക്കുന്നു. ഇനിയിപ്പോൾ അപ്പീൽ പോകാനവർക്ക് സമയമുണ്ട്. പിന്നെ ഇനിയും കോടതികളുണ്ട്, ഹൈക്കോടതിയുണ്ട്, ഡിവിഷൻ ബെഞ്ചുണ്ട്, സുപ്രീം കോടതിയുണ്ട്. സർക്കാർ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദ് ന്യൂസ് ഡെസ്കിൽ നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട്. ആസിഫ്, ഒരു വിഷയമാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല നിലപാടുകളാണ്. അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് സത്യൻ അന്തിക്കാടിൻ്റെയും കുക്കു പരമേശ്വരൻ നിലപാട് ഏകദേശം ഒരേ നിലപാടാണെന്ന് പറയാം. രണ്ടുപേരും നിലവിൽ വന്നിരിക്കുന്ന കോടതി വിധിയെ അംഗീകരിക്കുന്നു. കോടതി വിധി വന്നു കഴിഞ്ഞല്ലോ, ഇനി നമ്മൾ അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് എന്തിനാണ് എന്നാണ് കുക്കു പരമേശ്വരൻ ചോദിക്കുന്നത്. കാരണം ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അതിൽ കോടതി വിധി പറയാത്ത കാര്യങ്ങളെക്കുറിച്ച് താൻ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറല്ല തുടങ്ങിയ കാര്യങ്ങളാണ് എന്നാലും കുക്കു പരമേശ്വരൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് അത് സംഭവിച്ചു കഴിഞ്ഞതാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല എന്നൊരു നിലപാടാണ് കുക്കു പരമേശ്വരൻ ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. സത്യൻ അന്തിക്കാടും സ്വാഭാവികമായും ആ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെല്ലാം ശിക്ഷിച്ചു കഴിഞ്ഞു. അതിൽ താൻ തൃപ്തനാണ് എന്ന രീതിയിൽ തന്നെയാണ് മറുപടി പറഞ്ഞു പോകുന്നത്. ദിലീപിനെക്കുറിച്ച് ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എടുത്തു ചോദിക്കുമ്പോൾ എല്ലാവരും ആ ഒരു ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവായി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കോടതി വിധി എന്തായാലും വന്നു കഴിഞ്ഞു, അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ്, കോടതിയെ ബഹുമാനിക്കുന്നു തുടങ്ങിയ മറുപടികളാണ് പറയുന്നത്. എന്തായാലും ആ ഒരു വിഷയത്തിൽ അപ്പീൽ നൽകാനുള്ള സാഹചര്യം അടക്കം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു നിലപാട് ജോയ് മാത്യു സ്വീകരിക്കുന്നുണ്ട്. നിലവിൽ വന്നിരിക്കുന്ന കോടതി വിധി അത് അംഗീകരിക്കുന്നു. പക്ഷേ അതിജീവിതയ്ക്ക് ഇതിൽ മറ്റു കോടതികളിലേക്ക് അപ്പീൽ പോകാനുള്ള സാഹചര്യം അടക്കം നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ ദിലീപിനെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ദിലീപിനും വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ ജയിൽവാസം അടക്കം അനുഭവിച്ച കാര്യങ്ങളിൽ ദിലീപിനും വേണമെങ്കിൽ ഇനി കോടതിയെ സമീപിക്കാം എന്നൊരു നിലപാട് കൂടി ജോയ് മാത്യു പറഞ്ഞു വെക്കുന്നുണ്ട്. ശരി, ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലുള്ളവരുടെയൊക്കെയും വ്യത്യസ്തങ്ങളായ നിലപാടുകളാണ് നമ്മൾ കേട്ടത്. ഒരു